അറോറ മീഡിയ നെറ്റ്വർക്കിനെ മറ്റൊരു പാദത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പാദം പദ്യം മാറി പാദമാണ്. ആദ്യം പദ്യം എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് പിന്നെ പാദമാക്കി എപ്പിസോഡ്. വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ഇതിപ്പോ വ്യസന സമേതം ഇരിക്കണം മൊത്തം വ്യസനം. അയ്യോ വീട്ടിൽ ടി വി കാണുമ്പോ അവന്റെ ഉമ്മ മിക്സി ഓൺ ചെയ്യുന്നതാണ്. ഡയലോഗ് പറഞ്ഞപ്പോ ഓ ഇന്റർവ്യൂ ആദ്യമായിട്ടാണ് കേട്ടോ മിക്സി. എനിക്ക് വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞു വിട്ടിട്ടാണ് ഇല്ല ഇത്ര നാളും ഷമീർ പടത്തിലൊക്കെ ഉണ്ടായിരുന്നു. എന്ത് വൈകിയത് ഞാൻ അവിടെ ഇവിടെ ആയിട്ട് 3-4 ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ചെയ്ത്, പക്ഷെ എല്ലാം ഒരു സീൻ 2 സീനൊക്കെയാണ്. പിന്നെ ഇതാണ് ഒരു ത്രൂഔട്ടൊരു നല്ല പരിപാടി. പാവം സജീവനൊക്കെ എന്നെ നിർത്തി പഠിപ്പിച്ച് ചെയ്യിപ്പിച്ച് സജീവനൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ സിനിമയിലേക്കുള്ള വരവല്ലോ ഓൾറെഡി നിങ്ങളിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം സിനിമയെക്കാട്ടിലും വരുമാനം ഇവര് യൂട്യൂബിലെ കൊളാബിലൂടെ ലക്ഷങ്ങളാണ് ഓരോ ദിവസങ്ങളും വാങ്ങിക്കൂട്ടുന്നത്. അപ്പം ആ ഒരു ലൈഫ് എങ്ങനെ? അങ്ങനെ ഒന്നുമല്ല, ഇങ്ങനെ തട്ടിമുട്ടി പോകുന്ന പരിപാടി. ഞാൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്, ടെക്നോ പാർക്ക്. ഞാൻ അവിടെ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. വർക്ക് ഫ്രം ഹോം ആണ്. ഞാൻ വർക്ക് ഫ്രം ഹോം ആണ്. അല്ല അത് ചെയ്യും, അത് പറയുന്നവർക്ക് അങ്ങനെ ഭയങ്കര പരിപാടിയൊന്നും അല്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ അതിൽ സെറ്റായി പോകും. അതൊക്കെ ചെയ്തിട്ടുണ്ട്, അത് ശരിയാണ്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പാവം എളിമ ഒരുപാട് കണ്ടിട്ട് ഞാൻ പോകത്തില്ല, കുറച്ച് പിടിച്ചു നിൽക്കുകയാണ് ഞാൻ. വണ്ണം കുറച്ച് കാര്യം ഇവര് 30 വയസ്സുള്ള എന്നെ പിടിച്ച് 45 വയസ്സുള്ള കഥാപാത്രം തന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ വണ്ണം കുറയ്ക്കാന്ന് വിചാരിച്ചു. അല്ല നല്ല പ്രായമില്ല എന്നെ കണ്ട? ഇല്ലടാ, സിനിമയില് യങ്ങായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർമാർ ഒരുപാട് പേരുണ്ട്. കുട്ടി ചോദ്യം അങ്ങോട്ട് കുഴപ്പമില്ല. അല്ലാതെ എനിക്കും ജാസ്മിന് മാത്രം അറിയാവുന്ന ചില കുഞ്ഞു രഹസ്യങ്ങൾ പുറത്ത് പറയാനും പറ്റില്ല. പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. ജാസ്മിൻ ബൈജു ചേട്ടൻ്റെയൊക്കെ ഒക്കെ അഭിനയിക്കുന്നവര് നമ്മൾ പൊതുവെ ഏതൊരു ആർട്ടിസ്റ്റാണ് ഞാൻ അഭിനയിക്കുമ്പോഴും നമുക്ക് ടെൻഷൻ ഉണ്ടാവും. ബൈജുന്റെ കോമ്പിനേഷൻ വരുമ്പോഴത്തേക്ക് 3 വർഷമായിട്ട് കണ്ടിരിക്കുന്നു. പിന്നെ പുള്ളി ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ അങ്ങനെയുള്ള കഥാപാത്രം. അത് മാത്രമല്ല ഇതിനുള്ളിലും ഒരു വേട്ടൽ സാധനമാണ്. അപ്പൊ നമ്മൾ പുള്ളി പെർഫോം ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. ആ കണ്ണുകളിൽ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു ശക്തമായിട്ട് നിന്നിട്ട് ജാസ്മിൻ ആ ഒരു എന്താണ് ആ കാര്യത്തിൽ ഉറപ്പായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. ഉറപ്പ് ഇന്ന് പിന്നെ എന്റെ ഇതില് എനിക്കൊന്ന് ഫസ്റ്റ് ഷോട്ട് അതാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഷോട്ട് ബൈച്ചേട്ടൻ്റെ കൂടെ സീനാ ചെയ്തത്. അതിലെനിക്കൊന്ന് ആദ്യം ബൈച്ചേട്ടൻ വരുന്നതിന് മുമ്പ് എന്റെ സാധനം ആദ്യം ഒരു റൗണ്ട് എടുത്തെന്ന് തോന്നുന്നു. എന്നിട്ട് ആദ്യം ബൈച്ചേട്ടൻ തന്നെയാണ്. ആദ്യം ബൈച്ചേട്ടൻ വന്നിട്ടാണ് എടുക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ബൈച്ചേട്ടൻ ഭയങ്കര കൂളായിരുന്നു. ബൈച്ചേട്ടൻ ആദ്യം വന്നിട്ട് ഇരി എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് ആ ഫുൾ ഡയലോഗ് ഒരു റൗണ്ട് നമ്മൾ ജസ്റ്റ് പറഞ്ഞു നോക്കിയിട്ടാണ് കയറിയത്. അപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു. ആദ്യത്തെ ഒരു പേടിയുള്ളായിരുന്നു. പിന്നെ സെറ്റായിരുന്നു. ബൈച്ചേട്ടൻ അങ്ങനെ വരട്ടലോ പേടിപ്പിക്കലോ ഒന്നുമില്ല. ഭയങ്കര സപ്പോർട്ടാണ്. കാര്യങ്ങൾ ഇങ്ങനെയല്ല, അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, അതൊക്കെ പറഞ്ഞു തരും. പിന്നെ നമ്മളങ്ങ് സ്വാഭാവികമായിട്ട് കൂളാവുമല്ലോ. ജോബന നമ്മൾ ഈ റീൽസ് ഉണ്ടാക്കുമ്പോൾ എല്ലാം നമ്മുടെ കയ്യിലാണ്. നമ്മളൊരു സാധനം ഒരു 1 ലൈനിൽ നിന്നിട്ടുള്ള ഫുൾ പരിപാടിയാണ്. അവിടെ നിന്ന് നമ്മൾ ഒരു ഷോർട്ട് ഫിലിമിലോ നമ്മൾ ഷോർട്ട് ഫിലിമിലോ സിനിമയിലോട്ടൊക്കെ വരുമ്പോൾ ഇത് പഠിക്കണമല്ലോ. ഇത് പഠിക്കാൻ സമയമില്ല. നമ്മൾ മുമ്പ് പരീക്ഷയ്ക്കൊക്കെ പഠിച്ച് അതില് നമ്മള് എന്തായാലും ഡയലോഗ് ഇവരുടെ സ്ക്രിപ്റ്റിലെല്ലാം സ്ക്രിപ്റ്റിലുള്ളത് പോലെ ഞാൻ പഠിക്കും. ഞാൻ ഏവറേജ് സ്റ്റുഡന്റ്. അല്ല ഇവരുടെ സ്ക്രിപ്റ്റില് നമ്മൾ പറയുന്ന ഇവർ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാൻ സമ്മതിക്കത്തുള്ളൂ. ചിലവർ അങ്ങനെയല്ല. ചിലവർ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ വരുന്നെങ്കിൽ വരട്ടെ, ഓർഗാനിക് ആയിട്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇതിലും ഓർഗാനിക് ആയിട്ട് വന്നിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അല്ലാതെ കയ്യിൽ നിന്ന് ഇട്ട് പറയാൻ പേടിയാ. വർക്കായില്ലെങ്കിൽ പിന്നെ എല്ലാം നമ്മുടെ മണ്ടേ വരും. ജോമോന്റെ ഭാഗത്തുനിന്നുള്ള നമുക്ക് കിട്ടിയതൊക്കെ വർക്കായ സാധനങ്ങൾ തന്നെയാണ്. നമുക്കത് ഓക്കെയാണ്.
കല്യാണാലോചനയൊക്കെ ഇല്ല കല്യാണാലോചന ഇപ്പൊ എന്തായാലും കല്യാണം ഇപ്പൊ എന്തായാലും ഇല്ല. ഇപ്പം പലരും കാണും അയ്യോ ചോദിച്ചെടുത്താ. ഏയ് കല്യാണം ആ ഒരു മൂഡില്ല. ഇല്ല. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഉള്ളൂ. ശ്ശേ, എന്താ സിഗ്നൽ. സിഗ്നൽ ഒന്നുമല്ല, എന്താ കല്യാണം കഴിക്കണം, 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കണം. എല്ലാവരും ജീവിതത്തിൽ അർത്ഥം ഉണ്ടാവും. ഇല്ല, മറ്റേ ജാസിമിന്റെ കല്യാണം കഴിഞ്ഞ് ആ, അല്ലേ? കല്യാണം കഴിഞ്ഞു. ഇന്നിപ്പോ ജാസ്മിൻ കല്യാണം കഴിഞ്ഞ ചെലവെന്നുള്ള എത്ര വിഷം കല്യാണം കഴിഞ്ഞ ചെലവാ. കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. അന്ന് ചെലവില്ലല്ലോ. അങ്ങനെ. എങ്ങനെയുണ്ട് ഫാമിലിയിലെ? ഓ ഒരു അടിപൊളി. ഡാഡി ഒരു രക്ഷയില്ല. അല്ല ഒരു കുഴപ്പമില്ല. നല്ല ഡാഡിയാ? സന്തോഷമായിട്ട് പോകുന്നു. മോനുണ്ട്, 2 വയസ്സായി മോനുണ്ട്. കുഴപ്പമില്ല, അടിപൊളി. എടാ ഈ നമ്മള് സിനിമ എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുമ്പോഴേ വീട്ടിലെ കാര്യമൊക്കെ എങ്ങനെയാ? അതായത് അയാൾ പോയി പിന്നെ ഒരു മാസം കഴിഞ്ഞ് വരുള്ളൂ. അങ്ങനെ ഒന്നും പോയില്ലല്ലോ ഞാൻ. ആകെ ഈ ഒരു സിനിമയിലും അങ്ങനെ അത്രയും ഇതായിട്ട് പോയുള്ളൂ. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. സന്തോഷം തന്നെയാണ്, അവർക്ക് സപ്പോർട്ട് തന്നെയാണ്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇതുവരെ ഇല്ല. ഇതിന്റെ ഇടയിൽ ഈ ജോലി എങ്ങനെ മാനേജ് ചെയ്തു? ജോലി എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ്, വർക്ക് ഫ്രം ഹോം ആണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കാര്യം ചൂരലിൽ നമ്മുടെ ഷൂട്ട് മിക്കപ്പോഴും രാവിലെ ആയിരിക്കും. അപ്പോൾ ഷെമ്മിൻ്റെ തൊട്ട് രാവിലെ പോയി ചെയ്യുന്നു, 4-5 മണിയോടുകൂടി അത് തീരുന്നു, വൈകിട്ട് 5 മണിക്ക് ജോലിക്ക് കയറുന്നു, 1-2 മണിയുടെ ജോലി ചെയ്യുന്നു, റിപ്പീറ്റ്. ജാസിം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ജാസിം ഇപ്പോൾ നമ്മുടെ പ്രൊമോഷൻ വന്നാലും പകൽ സമയം ഫുള്ള് നമ്മൾ തിയേറ്റർ വിസിറ്റ് 9 വരെ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടിക്ക് അവൻ കയറി നൈറ്റ് 2-3 മണി വരെ അവൻ ഡ്യൂട്ടി ചെയ്തിട്ട് വളരെ 3-4 മണിക്കൂർ ഇറങ്ങിയിട്ട് പിന്നെ നമ്മളോട് ഇറങ്ങും. ഷൂട്ട് സമയത്തും അങ്ങനെ തന്നെ. ഷൂട്ടിങ് പകൽ ഫുള്ള് ഷൂട്ട് ഉണ്ടെങ്കിൽ നൈറ്റ് കണക്ക് ജോലി ചെയ്യും, പിന്നും പകൽ ഇറങ്ങും. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് മാക്സിമം ഒരു ജോലിയും ഇതും മാക്സിമം എത്ര നാൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ കൊണ്ടുപോകുന്ന കാര്യം. അതാണ് സേഫ് പരിപാടി, അല്ലെങ്കിൽ റിസ്ക് ആണ്. പക്ഷെ അതിന് എനിക്ക് ഇപ്പോൾ അവസരം കിട്ടുമെന്ന് പറയണത് താങ്ക്സ് പറയാനുള്ളത് എൻ്റെ മാനേജർ ശങ്കരേട്ടൻ. നമ്മുടെ ഓഫീസ് അവിടെയാണ്, ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞൂടാ. അപ്പം ശങ്കരേട്ടൻ അല്ല ഭയങ്കര സപ്പോർട്ട്. അത് എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നുന്നത്. എല്ലായിടത്തും കിട്ടുന്ന കാര്യമല്ല. കാര്യം ഇപ്പം ഈ സിനിമയുടെ പോസ്റ്ററൊക്കെ വരുമ്പോൾ തന്നെ നമ്മുടെ ടീംസ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിലൊക്കെ പോസ്റ്ററൊക്കെ ഒരു ഷെയർ ചെയ്യുന്നു, അതൊരു എൻജോയ് ചെയ്യുന്നു, കൺഗ്രാറ്റ്സ് പറയുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അത് എല്ലായിടത്തും കിട്ടുന്ന ഒരു സംഭവമല്ല. അതെനിക്ക് ഈ കമ്പനിയിൽ ഇതുവരെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്താവും അറിയില്ല. എങ്കിലും എൻ്റെ അടുത്ത് 2 ദിവസം മുമ്പ് ചോദിച്ചു എന്താണ് ഉദ്ദേശം, ഇങ്ങനെ ഇനി സിനിമകളൊക്കെ വേറെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ലീവ് എടുക്കുക നടക്കൂല, തീരുമാനത്തിൽ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കൊരു 60K ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെറിയ ആഡൊക്കെ പിടിച്ച് ഞാൻ ചെയ്യും. അത്യാവശ്യം ഞാൻ കഴിച്ചു പോയത് അങ്ങനെയാണ്. പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ചില ബ്രാൻഡുകൾ എടുത്ത് കൊളാബ് ചെയ്യുമ്പോഴത്തേക്ക് ഓൺലൈൻ പർച്ചേസിംഗ് പരിപാടി ഉണ്ട്. ചിലർ ഓർഡർ ചെയ്ത് സാധനം കിട്ടൂല, അവർ ഡയറക്റ്റ് നമ്മളെ വിളിക്കും. ഞാനൊരു ചെരുപ്പ് ഓർഡർ ചെയ്ത് എനിക്ക് കിട്ടിയില്ല, എന്ത് ബ്രോയെ വിശ്വസിച്ചാണ് നമ്മളത് ചെയ്യുന്നത്. അങ്ങനത്തെ കുറച്ച് നൂലാമാലകളൊക്കെ വരും. അതിൽ പാനിക്കായി പോകും. പിന്നെ ഞാൻ പരിപാടി നിർത്തി. പിന്നെ ഇതിലല്ലാതെ കംപ്ലീറ്റ് കല ഉത്തേജിപ്പിക്കുന്ന പരിപാടിയിലാണോ? ഉത്തേജിപ്പിക്കുന്നു ചില മലയാള വാക്കുകൾ. അതായത് കലാമേഖലയിലാണോ ഇനി വിഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്റെ ഒരു ഇനിയിപ്പം വേറെ എന്ത് ജോലി ചെയ്തിട്ടുണ്ടോന്നാണ് ചോദിച്ചത്. ഞാൻ മുമ്പ് ജോലിയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വിലക്കള്ളനായിരുന്നു. അങ്ങനെയാണ് റീൽസ് എടുത്തത്. അങ്ങനെയല്ല, ഞാൻ ചെറിയ ജോലിക്കൊക്കെ പോകുമായിരുന്നു. കാറ്ററിംഗ് പരിപാടി, ദിവസം പൈസ കിട്ടുന്ന പരിപാടിക്കൊക്കെ പോകുമായിരുന്നു. അത്യാവശ്യം വീട്ടിൽ അതിൽ നിന്നൊക്കെ തന്നെയാണ് ചിലവിന് കൊടുത്തിട്ടുണ്ടിരുന്നത്. അല്ല ഒരു റൂമിനകത്ത് കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ എനിക്ക് പറ്റില്ല. എത്രയെന്നും പറഞ്ഞു നമുക്കത് ഇരുന്നാലേ. അങ്ങനെയാണ് എറണാകുളത്തോട്ട് പോയത്. പിന്നെ അവിടെ വീഡിയോസ് ചെയ്ത് സിനിമയിലൊക്കെ കയറി. അങ്ങനെ ഞാൻ ജോലിക്ക് അങ്ങനെ 2 മാസമൊക്കെ നിന്നിട്ടുള്ളൂ, അങ്ങനെ നിന്നിട്ടില്ല. ഇത് നിങ്ങൾ ഈ റീൽസ് നിങ്ങൾ ഒരാൾ പ്രവാസിയായിരുന്നു അല്ലേ? ഷമീർ പ്രവാസിയാണ്. നീ ആദ്യം മുതലേ ഇവിടെ തന്നെ അപ്പം ഇതിലോട്ട് വന്നപ്പോഴേ വീട്ടിൽ നിന്ന് ഉമ്മാപ്പ എന്താണ് പറഞ്ഞത്? അല്ല, അത് ആ റിസ്ക് ഫുള്ള് ആ ഷമീറാണ് എടുത്തത്. കാര്യം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ MBAക്ക് പഠിക്കുന്ന സമയത്താണ് ഷമീർ തന്നെ ഗൾഫിൽ നിന്നിട്ട് അവൻ ഗൾഫിൽ പോയിട്ട് അവന് ഇതുപോലെയാണ് അവന്റെ മെയിൻ പ്രശ്നം ഇതാണ്. അവന് ജോലി ചെയ്യാൻ വയ്യ, അതാണ് ഒന്നാമത്തെ കാര്യം. അവന്റെ ജോലി അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ജോലി ഒരു അവിടുത്തെ ഗൾഫിൽ ഒരു കമ്പനി പോയി ജോലി ചെയ്യുമ്പോൾ അത് അവന് സുഖിക്കുന്നില്ല. അങ്ങനെ അവൻ ആ സമയത്ത് ഞാൻ ഇതെനക്ക് ഇവിടെ കോളേജ് പഠിക്കുമ്പോൾ ചുമ്മാ ഡബ്സ്മാഷും പാട്ടൊക്കെ പാടിക്കിടും. അപ്പൊ അതിൽ 2 ദിവസമൊക്കെ വൈറലായി. അപ്പോൾ നോക്കുമ്പോഴേ അപ്പൊ നമ്മൾ ചെയ്ത സാധനങ്ങൾ കാണാൻ ആളുണ്ട് എന്നൊരു ഐഡിയ വരുന്നു. ഷിമീർ ഓൾറെഡി അവൻ അവിടെ നമ്മളെ റിലേറ്റീവ്സിനെ ഇക്കാമാരെയൊക്കെ ചുമ്മാ ചെറിയ ഷോർട്സ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇടും, രസമുള്ള സാധനങ്ങളൊക്കെ ഇടും. അന്ന് ആ പരിപാടി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഇപ്പോൾ ആലോചിച്ച് നോക്കി എന്തുകൊണ്ട് നമുക്ക് യൂട്യൂബ് ചെയ്തു. അപ്പോൾ ഈ 2016-17 സമയത്താണ്. അപ്പൊ അന്ന് അവൻ യൂട്യൂബർ എന്നൊരു പ്രൊഫഷൻ ആക്കാമെന്ന് വിചാരിച്ചാൽ അന്ന് തീരുമാനിച്ച് വന്നതാണ്. എന്നെയാണ് ആദ്യം വിളിച്ചതെന്ന് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അന്ന്
അവന്റെ വീട്ടിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവന്റെ വാപ്പായാലും ഉമ്മയായാലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവരുടെ സപ്പോർട്ട് തന്നെയാണ് ആക്ച്വലി മെയിൻ. നമ്മൾ ഷമീർ ഒരു പ്രാവശ്യം വന്നു, നമ്മൾ ചെയ്ത് നടന്നില്ല, പണിപാളി നിർത്തി, വീണ്ടും പോയി. അവനിക്കൊന്ന് 3 വട്ടം ഗൾഫിൽ പോയി തിരിച്ചു വന്നു. ഇതിനിടയിൽ അവൻ സ്വന്തമായിട്ട് നമ്മൾ കുറെ സ്ക്രിപ്റ്റ് എഴുതി, ആ സ്ക്രിപ്റ്റിനോട് കുറേ നാൾ നടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സ്ക്രിപ്റ്റ് നമ്മൾ സ്വന്തമായിട്ട് സിനിമ ആക്കാമെന്ന് വിചാരിച്ചു. സിനിമ വെച്ചാൽ ഷോർട്ട് ഫിലിം അല്ല, ഒരു 1.25 മണിക്കൂറുള്ള ഒരു വലിയ സാധനം ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതിന് പൈസ കൊടുത്ത ഷമീറിന്റെ വാപ്പയാണ്. അപ്പൊ അത്രയും സപ്പോർട്ടായിരുന്നു അവന് കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ ആ സപ്പോർട്ടിന്റെ അത് സാധനമാണ് ഇപ്പം. അല്ല സഹിച്ചേട്ടൻ ഒരു സാധനം ഇരിപ്പുണ്ട്, അത് നൈസിനെ ചോദിക്കാതിരിക്കുക. പണ്ട് ടിവിയിൽ ഏത് പ്രായത്തിലാണ് നീ കണ്ടത്? ഭയങ്കര കൊച്ചു, എനിക്ക് ഓർമ്മയൊന്നുമില്ല. എനിക്ക് ചെറിയ ഓർമ്മയുള്ളത്. അത് കാണിച്ചായിരുന്നു എനിക്ക് ചോറൊക്കെ ചുമ്മാ. എനിക്ക് തോന്നുന്നു 7ാം ക്ലാസ് 8ാം ക്ലാസ് ആയിരിക്കും ചിലപ്പോൾ. 2007-8 ആ സമയല്ലേ? ആ സമയത്ത് തന്നെ ആ പ്രായം. അന്ന് സജി സബാന എന്നല്ല കപ്പിയായിരുന്നു. എന്റെ വീടിന്റെ തൊട്ട് അടുത്തുള്ള ആളായിരുന്നു. എന്നിട്ട് ഞാൻ കാണാൻ വേണ്ടി 5-6 വർഷം എടുത്തു. ഞാൻ കണ്ടിട്ടില്ല. മീറ്റിംഗ് പോയപ്പോഴത്തേക്കും എനിക്ക് പുള്ളിക്കാരെ സഹിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. അപ്പൊ എന്നെ വിജയനെ വിളിച്ചത്, ഡയറക്ടർ വിജയനെ വിളിച്ചത്. അപ്പൊ ചെന്നപ്പോഴത്തേക്ക് പരിചയമുള്ള ഒരാള്. ഞാൻ അയ്യോ അണ്ണാ നിങ്ങളെ പണ്ട് ഞാൻ കൊച്ചിലെ അതിന്റെ വായന ബുദ്ധിമുട്ട് എന്താണ് എല്ലാ അമ്മമാരും കണ്ടു പറഞ്ഞു കൊച്ചിലെ സീരിയൽ കണ്ടു പറഞ്ഞു കൊച്ചിലെ അല്ല തലമുടി നിങ്ങൾക്ക് പണ്ടേ ഇത്രേ ഉള്ളൂ. തലമുടിയൊക്കെ ഉണ്ട്. എന്റെ കണക്കൂട്ടി വെച്ച് എങ്ങനെയായാലും ഒരു 10-50 വയസ്സ്. അല്ല മുടി പുള്ളിക്ക് അന്നേ ഇത്രേ ഉള്ളു അല്ലേ? എടാ ഞാൻ അന്ന് എന്ത് അവളെ കണ്ടു അതേ കണക്കാണ്. ഒരു മാറ്റം ഇങ്ങനെ നമുക്ക് പോലെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? ഡയറ്റ് ഒക്കെ ഉണ്ടോ? അതായിരിക്കും. വീട്ടിലെല്ലാരും ഹാപ്പിയാണ് ബ്രോ. വീട്ടിലെല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. ഇത് നാട്ടുകള്ളം അങ്ങനെയല്ല, വീട്ടുകാർ ഒരിക്കലും അങ്ങനെ പറയില്ല. ഞാൻ വീട്ടുകാർക്ക് എങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടാലും മാസം എന്റെ വക എന്തെങ്കിലും എന്റെ ഒരു പെർസെന്റേജ് പൈസ വീട്ടിൽ കൊടുക്കാറുണ്ട്. പിന്നെ എനിക്ക് പൈസ ഇല്ലാത്തപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ അവരും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ഒന്നും ചെയ്യാതെ നമ്മളെ താഴെപ്പിടിക്കാൻ ഇനിയൊന്നും നിർത്തിയൊന്നുമില്ല. മനസ്സൊക്കെ മടിച്ച് വേറെ ഏതെങ്കിലും റൂട്ടിലോട്ടൊക്കെ പോയാൽ നമ്മളെ പിടിച്ചു നിർത്തിയതും നമ്മൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കാനും കാരണം അവരാണ് ഏറ്റവും കൂടുതൽ. ഇത് ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ്. പേടിയാണ് എങ്ങനെ ഇതുവരെ നമുക്ക് എത്തുന്നതിന് ഒരു സന്തോഷമുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്ത് പോകുന്നതാണ് സിനിമയിൽ ഏറ്റവും പാടെന്ന് പറയുന്നത്. സിനിമയിൽ കയറുന്നതിനേക്കാളും ഒരു 15 മടങ്ങ് പാടാണ് നമ്മൾ നിലനിൽക്കുക എന്നുള്ളത്. ആ കണക്ക് എവിടെ നിന്നല്ലേ 15 മടങ്ങ്? അതാണ് നിനക്ക് മനസ്സിലാവും. 15 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആരും പറഞ്ഞു 10 മടങ്ങ് 100 മടങ്ങ് 15. അതെന്റെ കണക്ക്. നിലനിൽക്കാൻ വേണ്ടിട്ട് പാടാം. അതിന്റെ ടെൻഷനുണ്ട്. ജാസിമ വെല്ലുവിളിയാണ്. ഇല്ല ഒന്നുമില്ല. ഒന്നും അവൻ പറയില്ല. മുമ്പ് ചെയ്തത് ഞാൻ ഓൾറെഡി അല്ലല്ല, ഞാൻ ആദ്യം ചെയ്തത് ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഖൽബ് എന്ന് പറഞ്ഞ പടമാണ്. സാജിദ് ഡയറക്ട് ചെയ്തത്. അതിലൊരു സാധനം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ തന്നെ അത്ര അങ്ങോട്ട് രജിസ്റ്റർ ആയിട്ടില്ല. കാര്യം വേറൊന്നുമില്ല, അതിന്റെ ലുക്കൊക്കെ ഫുള്ള് മഞ്ഞ മുടി മഞ്ഞത്താടി, അതുകൊണ്ട് വീട്ടുകാർക്ക് പോലും മനസ്സിലാക്കാൻ പാടായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പം ആസിഫിക്കയുടെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ പടം, അതിൽ ആസിഫിക്കയുടെ സീൻ ചെയ്തു. പിന്നെ കേരള ക്രൈം ഫയൽസിൽ ഒരു ചെറിയ സീൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഒറ്റൊരു സീനേ ഉള്ളൂ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇനി സീസൺ 2 ഒരു ഫസ്റ്റ് എപ്പിസോഡ് ഒരു ചെറിയ സീൻ ഉണ്ട്. പിന്നെ അതുപോലെ അൽത്താഫ് ബ്രോ പ്രൊഡ്യൂസ് ഡയറക്ട് ചെയ്യുന്ന ഓടുമുദ്ര ചാടുമുദ്ര ഫഹദ് ഫാസിന്റെ അതിന്റെ പുള്ളിക്കാരന്റെ കൂടെ ഒരു സീൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുവരെ ചെയ്തെല്ലാം അതാണ്. ഒരു സീൻ 1.5 സീൻ പരിപാടി. വലിയ ഭയങ്കര സന്തോഷമുണ്ട്. അല്ല എന്റെ സീൻ ചെറുതെന്ന് ഉദ്ദേശിച്ചത് സാധനമൊക്കെ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ എല്ലാം ഈ പറഞ്ഞ കണക്ക് ചിലപ്പോ കണ്ണ് തുറന്നിരിക്കേണ്ടി വരും. മിസ്സായി പോകും എന്ന് വെച്ചാൽ ചെറിയ സാധനം. പക്ഷെ ചെറിയ സാധനമുള്ള കോമ്പിനേഷൻ ആണ് രണ്ടുപേരുടെയും. ആ സന്തോഷമുണ്ട്. പക്ഷെ ഇതിലാണ് ഇങ്ങനെ ഒരു ത്രൂ ഔട്ട് പരിപാടിയും ഒരു ക്യാരക്ടറിന് ഒരു എന്താണ് ഒരു കഥയിലൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ അങ്ങനെയൊക്കെ ഒരു സാധനം കിട്ടിയതാണ്. ഇല്ല അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇല്ല. എനിക്ക് ഇവർ രണ്ടുപേരും പറഞ്ഞു തന്നെയാണ്. വിപിൻ ചേട്ടനും സഹി ചേട്ടനും തന്നെയാണ്. ഇത് ശരിക്കും വിപിൻ ചേട്ടന്റെ ഒരു റിയൽ ലൈഫ് പരിപാടി. വിപിൻ ചേട്ടൻ ഇടയ്ക്ക് എൻ്റെ അടുത്ത് എപ്പോഴൊക്കെ പറഞ്ഞു. അതായത് വിപിൻ ചേട്ടൻ നാട്ടിലുള്ള ഒബ്സർവേഷൻ ചെയ്ത സാധനമാണല്ലോ ഈ സിനിമ. അപ്പൊ
ഇതിന്റെ ആത്മാംശം ഉണ്ട്. അതെ. അപ്പൊ ഈ നമ്മുടെ ഈ സിനിമയിൽ വിപിൻ ചേട്ടനുമായിട്ട് ഏറ്റവും സാമ്യമുള്ള കഥാപാത്രം എന്റേതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഉപയോഗം ചിലപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാര്യം വിപിൻ ചേട്ടൻ കുറച്ചുകൂടി കാര്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റിക്കാണോ എനിക്ക്. പിന്നെ ഇനിയിപ്പം ജോമോൻ്റെത് നമ്മൾ നേരത്തെ പറഞ്ഞു ജോണേട്ടന്റെ പടം ഉണ്ട്, പിന്നെ ഇന്നസെന്റ് എന്ന് പറഞ്ഞൊരു പടം ഉണ്ട്. ഈ നിങ്ങൾ റീൽസ് പരസ്പരം അറിയാം. ഓ, നമ്മള് ഒരു ഷോർട്ട് ഫിലിമില് നമ്മൾ പണ്ടൊരു ഷോർട്ട് ഫിലിം ഒരുമിച്ച് അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വെട്ടിയില്ല, ഇറങ്ങിയില്ല. പക്ഷെ അന്ന് ചൂരല് അന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, ജസ്റ്റ് സ്റ്റാർട്ടിങ് ആണ്. അപ്പൊ ഞാൻ ജോമൻ അന്ന് ഷോർട്ട് ഫിലിം കഴിഞ്ഞ് പരിചയപ്പെട്ടിട്ട് പോയിട്ട് ഞാൻ രാത്രി വിളിച്ച് നമുക്ക് ഇതേപോലെ ചൂരലായിട്ട് കൊളാബ് ചെയ്യാന്നൊക്കെ പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. പിന്നെ ഞാൻ അവന്മാർക്ക് നേരത്തെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. പരിപാടി ഹൈയിൽ നിൽക്കുന്ന സമയത്തൊക്കെ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പം പുതിയ കുറച്ച് പടങ്ങൾ വരാനുണ്ട്. അപ്പം ഇനിയിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതാണ്? ഇപ്പൊ ചെയ്യാൻ പോകുന്നത് സംഗീത് പി രാജന്റെ നമ്മുടെ പാൽത്തു ജാൻവറൊക്കെ ഇട്ടില്ലേ, അടുത്ത മാസം തുടങ്ങുന്നത്. ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ തുടങ്ങും. അപ്പം അത് തുടങ്ങാൻ വേണ്ടിയിരിക്കുന്നു. ടൈസന്റെ ഒരു സാധനം ഉണ്ട്, അതിന്റെ ധൈര്യത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ ഡാൻസർ അങ്ങനല്ല, ഒന്ന് രണ്ട് മനസ്സിൽ കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പതിയെ ചെയ്യാൻ. ഇപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ തോന്നക്കിൽ നിന്നൊരു സിനിമ സ്വപ്നം യാഥാർത്ഥ്യമായി. അപ്പം അങ്ങനെയല്ല ഞങ്ങളൊരു വിപിൻ അത് തോന്നെങ്കിൽ ഒരു ദിവസം പോണം കേട്ടോ. അവിടെ ഉള്ള ആൾക്കാർ എല്ലാരും സിനിമാ ഗ്രാമമാണ്. അവരുടെ ഇടയിൽ നിന്ന് രണ്ടാൾക്കാർ സിനിമ എടുത്തു കഴിഞ്ഞു. ഇനി എത്ര പേര് വരും? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാല്, എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയതും ഇഷ്ടപ്പെട്ടതും ഒരു കാര്യം എന്ന് വെച്ചാല്, ഈ സിനിമ കാണാൻ തോന്നക്കിൽ നിന്ന് 2 ബസ് പിടിച്ച ആൾക്കാർ അവരെ സ്വന്തമായിട്ട് അവിടുത്തെ ഒരു ക്ലബിന്റെ ഇതിൽ അവർ 2 ബസ് പിടിച്ച ആൾക്കാർ ആറ്റിങ്ങൽ ഡ്രീംസ് സിനിമ കണ്ടു. ഐക്കുട്ടിക്കോണത്തുനിന്ന്, അതായത് നമ്മുടെ ഈ സിനിമയിൽ പറയുന്ന ഗ്രാമമില്ലേ ഐക്കുട്ടിക്കോണം, അത് ശരിക്കുള്ള ആ സ്ഥലത്ത് നിന്ന് 2 ബസ്സിൽ ആൾക്കാർ ബസ് പിടിച്ച് അവരുടെ സ്നേഹവും സപ്പോർട്ടുമാണ്. അതൊക്കെ കിട്ടുന്നത് ഭയങ്കര ഭാഗ്യമാണ് ഇവർക്ക്. ബിബിൻ ചേട്ടനായാലും സഹിച്ചേട്ടനായാലും അത്രയും ഒരു നാട്ടുകാർ മൊത്തവും അത്രയും സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ, അതെ എനിക്കൊന്ന് ഈ പടത്തിലാണെങ്കിൽ നാട്ടുകാരെ കളിയാക്കുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്, എല്ലാം. അതെ, അതെ, അത് തന്നെ. ഇവര് വന്ന് അവരെന്നെ പറയുന്നത് ഇപ്പൊ നമ്മളെ വീട്ടിന്റെ അപ്പുറത്തൊരു വീട്ടിൽ അരിക്ക് പോയ ഫീലാണ് അവർക്ക്. അത്ര ആ സപ്പോർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരെ 2 ബസ് പിടിച്ച് വന്ന് കണ്ടപ്പോഴേ ഭയങ്കര സന്തോഷം തോന്നി. അത് എല്ലാവർക്കും ഒന്നും കിട്ടുന്ന ഭാഗ്യമല്ല അങ്ങനെ. എന്തായാലും തോന്നക്കില്ലാർക്ക് ഒരു ഭയങ്കര സന്തോഷം. അതൊരു സത്യം, അത് ഭയങ്കര വലിയ കാര്യമാണ്. അത്രയും സപ്പോർട്ടായിട്ടുള്ള ആൾക്കാരാണ്. ഒരു 2 ബസ്സിൽ ആൾക്കാർ വരികയെന്ന് വെച്ചാൽ നമുക്കൊരു വണ്ടിയിലൊക്കെ അല്ലേ ചിലപ്പോൾ ആൾക്കാർ. നമ്മളോട് ബൈക്കിലാണ് 2 ബൈക്ക് അല്ലെങ്കിൽ ഒരു കാർ, അത്രയൊക്കെ ഉള്ളൂ. ഇത് 2 ബസ് നിറയെ ആള്. ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ഫുള്ളായോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം മെസ്സേജ് വരുന്നുണ്ട്. അങ്ങനെ ഫുള്ളൊന്നും ആയില്ല, നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെസ്സേജുകൾ. ഈ ഗേൾ ഫ്രണ്ട്സിനെ എങ്ങനെ മാനേജ് ചെയ്തു? ഗേൾ ഫ്രണ്ട്സ് എനിക്കില്ല, സത്യമായിട്ടില്ല. എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട് ബ്രോ. എല്ലാരും ഹാപ്പിയാണ്. എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട്. ഞാനും സന്തോഷം. 10ാം എങ്ങനെ ഒരെണ്ണം ഒരു മരുന്നിന് ഒരെണ്ണം ഉണ്ടെങ്കിൽ ഇങ്ങനെ അത് തോന്നണ നമുക്ക് കാണുന്നത്. മരുന്നിന് വേണ്ടിട്ട് ഒരെണ്ണം ഉണ്ടെങ്കിൽ. നേരത്തെ ചോദിച്ചില്ലേ, പണ്ട് റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ അറിയായിരുന്നു. ജോമോനൊക്കെ ആക്ച്വലി ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ നമുക്ക്. കാര്യം ജോമോൻ മെസ്സേജ് അയക്കുമ്പോൾ ഇങ്ങോട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. എടാ നിങ്ങളിത് നിങ്ങളെ പേജ് നല്ല റീച്ച് ഉണ്ട്, പക്ഷെ നിങ്ങൾ പേഴ്സണലി യൂസ് ചെയ്യുന്നില്ല. അത് ജോമോന്റെ അടുത്ത് അപ്പഴേ. കാര്യം നമ്മുടെ പേജിന് 350-400 ഫോളോവേഴ്സ് ആകുമ്പോഴും എനിക്ക് ഷമീറിന് 3000, 2000, 4000 ഫോളോവേഴ്സ് ഉള്ളു. പക്ഷെ ഇവിടെ ഇത് ശരിയല്ല. നിങ്ങളുടെ പേജ് റീച്ച് ആകുമ്പോൾ നിങ്ങൾ പേഴ്സണലിലും പ്രൊമോട്ട് ചെയ്യണം. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോഴത്തേക്കും ബാക്കി ഇതേപോലെ ടീമായിട്ട് ചെയ്യുന്ന എല്ലാവർക്കും സ്വന്തം പേജും അത്യാവശ്യം റീച്ച് ഉണ്ട്. അപ്പൊ നമുക്ക് റീച്ച്. പിന്നെ അപ്പോഴാണ് ഞാൻ ഷമീർ ആലോചിക്കുന്നത്, ശരിയാണ് 400K ഫോളോവേഴ്സ് ഉള്ള ഒരു പേജിലുള്ള 2 പേർക്ക് 4000-2000 പേരൊക്കെ ഉള്ളൂ. അത് ശരിയല്ലോ. പിന്നെയാണ് നമ്മൾ അതിൽ കുറച്ചെങ്കിലും വർക്ക് ചെയ്ത് തുടങ്ങിയത്. എന്നിട്ടോ ശരിയല്ല, അത് ആദ്യമേ ചെയ്യേണ്ടായിരുന്നു. അത് ജോമോൻ ആദ്യം പറഞ്ഞു. അപ്പം ജോമോൻ അങ്ങനെയൊക്കെ നമ്മൾ പറയും. അങ്ങനെയുള്ള അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ ജോമോന് പറഞ്ഞ ഒരു കാര്യമില്ല. അപ്പൊ ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യണം, ഇത് ഇങ്ങനെ ചെയ്യരുത്, സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേരും ലൊക്കേഷനിൽ വെച്ച് സിജു ഇതാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ അതായത് കുറച്ച് ഉള്ള എക്സ്പീരിയൻസ്, നമ്മളെക്കാളും എക്സ്പീരിയൻസ് ഇവർക്ക് ഓൾറെഡി ആയാലും കുറച്ചുണ്ടല്ലോ. അപ്പൊ ആ എക്സ്പീരിയൻസ് സിജു നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്.
ഒരുമിച്ചാണ് ഒപ്പരുണ്ടല്ലോ. നമ്മൾ ഒരുമിച്ചാണല്ലോ പടത്തിൽ ഖൽബിൽ ഒരുമിച്ചായിരുന്നു. പക്ഷെ ഇനി എനിക്ക് അതിനുശേഷം നമുക്ക് ഒരുമിച്ച് അതിനുശേഷം വിളി വന്നിട്ടില്ല. അതിനുശേഷം എല്ലാം സെപ്പറേറ്റ് ഒക്കെ വന്നിട്ടുള്ളൂ. ഷമീർ ഇപ്പം നാദിർഷാക്കയുടെ മാജിക് മഷ്റൂം എന്നുള്ള പടം ചെയ്തുകൊണ്ടിരിക്കുന്നു തൊടുപുഴ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ സ്വന്തമായിട്ട് അവന്റെ എഴുത്ത് നടക്കുന്നുണ്ട്. അതിന്റെ പരിപാടിയൊക്കെ ഏകദേശം ഓണാണ്. എഴുത്ത് ഏകദേശം ഓണമെന്ന് വെച്ചാൽ ഈ എഴുത്തിന് ഞാൻ പോകേണ്ട കാര്യമില്ല, അതവൻ വൃത്തിയായിട്ട് എഴുതിക്കോളൂ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഷമീർ ഒരുമിച്ചൊക്കെ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര സമയം എടുക്കും. അവ ഒറ്റയ്ക്കാകുമ്പോൾ പറവറ എഴുതിക്കോളും. എനിക്ക് ആ ഒരു കഴിവില്ല. അവൻ ചെയ്യുന്ന സാധനത്തിൽ എന്തെങ്കിലും കുറ്റം പറയാനോ കുറവ് പറയാനോ അല്ലെങ്കിൽ അതൊക്കെ എനിക്കറിയാം. സ്വന്തം അപ്പം നമ്മൾ ഒരുമിച്ച് ചെയ്താൽ ഭയങ്കര സമയം എടുക്കും. ഒറ്റയ്ക്കാകുമ്പോൾ പടപട എഴുതിക്കോളും. അപ്പോൾ അവൻ്റെ സ്ക്രിപ്റ്റ് മിക്കവാറും അടുത്ത വർഷമൊക്കെ ചിലപ്പോൾ ഷമീർ പക്ഷേ ഇതുപോലെ ഇങ്ങനെ സംസാരിക്കുന്നില്ല. അവൻ സൈലന്റ് ആണ്, ബുദ്ധിജീവിയാണ്. കാര്യങ്ങൾ ക്രിയേറ്റീവ് കുറച്ചുകൂടെ കൂടുതലുള്ള ആളാണ്. അപ്പം ഈ ഒരു സലാമത്തിന്റെ ഒരു പര്യവസാനത്തിലേക്ക് വരികയാണ്. എല്ലാവർക്കും എന്തായാലും ഒരുപാട് ഈ മലയാളം വാക്കുകളൊക്കെ ഇത് എവിടെ നിന്ന് പദ്യം, പാദം, സല്ലാപം, പ്രൊഫഷണൽ. അപ്പം സല്ലാപത്തിന്റെ പര്യവസാനം അവസാനിപ്പിക്കട്ടെ. ഈ എപ്പിസോഡിന്റെ താളം ഇവിടെ മറിയുമ്പോൾ അപ്പൊ ഈ എപ്പിസോഡിന്റെ താളിവിടെ മറിയുമ്പോൾ ചേട്ടാ പുതിയ കാൽവെപ്പുകൾക്ക് വലിയ ഉയരങ്ങൾ ഉണ്ടാവട്ടെ. ഒരുപാട് ഭാരമുള്ള സാധനങ്ങൾ, വെയിറ്റ് ഉള്ള സാധനങ്ങൾ ഓഡിയൻസിന് കൊടുക്കാൻ പറ്റട്ടെ. അടിപൊളി സാധനങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. ഒരുപാട് കാമ്പുള്ള കഴമ്പുള്ള ക്യാരക്ടേഴ്സ് വരട്ടെ. ഈ കാമ്പിന്റെ മലയാളം കഴമ്പ് പറഞ്ഞാൽ കാമ്പില്ലേ പുതിയ പുതിയ ഭാവങ്ങൾ ഇടാൻ പറ്റട്ടെ, കുറെ നമ്പേഴ്സ് ഇടാൻ പറ്റട്ടെ. എന്റെ അടുത്ത് എന്തോ നീ നന്നായി അത് അടിപൊളി നല്ല എന്താ പറയാ കുറച്ചുകൂടെ പ്രൊഫൈലുള്ള സഖാവല്ലാത്ത വലിയ ക്യാരക്ടർ ചെയ്യാൻ പറ്റട്ടെ. വലിയ ആക്ടേഴ്സ് ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യയിലെ ടോപ്പ് 3 ഫഹദ് ഫാസിലിനോട് നീ പറ ഞാൻ ഇന്നത് പറയണം. അപ്പം അടിപൊളിയായിട്ട് വരട്ടെ. ഓക്കെ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.